ഇന്ന് നമ്മൾ ധ്യാനിക്കുക അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായം 54 മുതൽ 59, 60 വരെയുള്ള വചനങ്ങളാണ്. അവർ ഇത് കേട്ടപ്പോൾ അവൻ്റെ നേരെ കോപാക്രാന്തരായി പല്ലുകടിച്ചു. എന്തെന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. അവർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് ചെവി പൊത്തുകയും അവന് നേരെ ഒന്നാകെ പാഞ്ഞെടുക്കുകയും ചെയ്തു. അവർ അവനെ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ സാവൂൾ എന്നൊരു യുവാവിൻ്റെ കാൽക്കൽ അടിച്ചു വെച്ചു. അനന്തരം അവർ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു. അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു, കർത്താവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത്. ഇത് പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദിമസഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് വിശുദ്ധ സ്തെഫാനോസ്. കർത്താവിൻ്റെ ആത്മാവിൽ നിറഞ്ഞവൻ വചനം പ്രസംഗിക്കുന്നു. അതിന് ഏറ്റവും വലിയ അത്ഭുതം, ഈ വചനം പ്രസംഗിക്കുന്ന സ്തെഫാനോസിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുക. പരിശുദ്ധാത്മാവ് നിറഞ്ഞാണ് അവൻ ദൈവവചനം പ്രഘോഷിക്കുക. അപ്പോൾ അത് കേൾക്കുന്ന ആളുകൾ വലിയ ചലനങ്ങൾ വയ്ക്കുന്നുണ്ട്. അവൻ നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന് വലിയ സാന്നിധ്യം അവനിൽ നിലനിൽക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നുണ്ട്, ഈ സ്തെഫാനോസിൻ്റെ വചന പ്രസംഗത്തിൽ പറയുന്നുണ്ട്, അപ്പോസ്തല പ്രവർത്തനം 6-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനം, സ്തെഫാനോസ് കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു. പരിശുദ്ധാത്മാവിന് ശക്തി കൊണ്ട് കാണിക്കുക. 7-ാം അധ്യായത്തിൽ ഇവിടെ നമ്മൾ വായിച്ച വചനം വളരെ പ്രധാനപ്പെട്ടതാണ്. അരേ, ദൈവവചനം പ്രസംഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പൈശാശക്തി ഇളകുക. പല രീതിയിലാണ് ഇളകുന്നത്. സുവിശേഷം പ്രസംഗിക്കുന്നവരോടത്തോണം കർത്താവിൻ്റെ വചനത്തിൽ നിങ്ങൾ സാക്ഷ്യം വഹിക്കുമ്പോൾ തിന്മയുടെ ശക്തി ഇളകും, പല രീതിയിൽ ഇളകും. നിങ്ങളെ പീഡിപ്പിക്കാൻ വരും. നിങ്ങൾ കർത്താവിൻ്റെ മാർഗത്തിലൂടെ പോകുമ്പോൾ പലതരത്തിൽ ദുഷ്ടപിശാചുക്കളും നിങ്ങളെ ആക്രമിക്കാൻ വരും. ആരോപണങ്ങളും അപമാനങ്ങളും നിന്ദനങ്ങളും പീഡനങ്ങളും ഒറ്റപ്പെടുത്തലുകളും കുറ്റം വിധിക്കലും ശപിക്കലും ഒക്കെ ഇളകും, ഭയങ്കരമായിട്ട് ഇളകി മറി. സ്തെഫാനോസ് ഒറ്റ സുവിശേഷം ഒരു പ്രാവശ്യം വചനം പ്രസംഗിക്കുന്നുള്ളൂ. അന്ന് തന്നെ അവനെ അവർ കൊന്നു. അതിശക്തമായിട്ട് വചനം പ്രസംഗിച്ചു. രക്ഷാകര ചരിത്രം മുഴുവൻ പറഞ്ഞുകൊണ്ടാണ്, അബ്രാഹത്തിൻ്റെ ചരിത്രം മുതൽ തുടങ്ങി ഈശോ മിശിഹായിൽ അത് എത്തുന്ന രക്ഷാകര പദ്ധതിയുടെ, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി ഈശോ മിശിഹായിൽ എത്തുന്നവരെയുള്ള മുഴുവൻ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നന്നായിട്ട് പറയുന്നുണ്ട്. അപ്പം അതിന് 7-ാം അധ്യായം നിങ്ങൾ വായിക്കുന്നില്ല, എന്തോരം നല്ല വ്യക്തമായിട്ടാണ് സ്തെഫാനോസ് കർത്താവിനെ കുറിച്ച് പറയുന്നത്. എന്തോ ഒരു ക്ലാരിറ്റിയാണ്, അറിയാം, വ്യക്തത അറിയാം. ഈശോ ആരെന്നറിയാം. അവിടെ പരിശുദ്ധമാണെന്ന് അറിയുമ്പോൾ ഈശോ ആരാണെന്നറിയാം. അങ്ങനെ അവസാനം എല്ലാം പറഞ്ഞ് നമ്മൾ ദുഷ്ടവിശ്വാസികളാകുക. അപ്പോൾ അവർ ഇത് കേട്ടപ്പോൾ അവന് നേരെ കോപാക്രാന്തരെ പല്ല് കടിച്ചു. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. സ്തെഫാനോസിനെ നയിക്കുന്ന പരിശുദ്ധാത്മാവ്. അവന് പീഡനം വരുമ്പോൾ അവന് അതിനെ എതിർക്കുന്നത് അവൻ്റെ കഴിവ്, അവൻ്റെ ബുദ്ധിയോ മറ്റു തരത്തിലല്ല, ലോകത്തിൻ്റെതായ ആയുധങ്ങൾ ഉപയോഗിച്ചല്ല. പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ ദൈവത്തിലേക്ക് നോക്കുകയാണ്. ശത്രുക്കൾ അവൻ്റെ നേരെ തിരിയുമ്പോൾ അവൻ ദൈവത്തിലേക്ക് നോക്കുക. ഇസ്രായേൽ ജനത്തെ നയിച്ച മോശ സംഘടന തീരത്തെത്തുമ്പോൾ ജനം പോലും അവന് എതിരാകുന്നുണ്ട്. ഒരു നിമിഷം മുന്നിൽ വലിയ ചെങ്കടല് അപകടപ്പെട്ട് നിൽക്കുകയാണ്. ഇസ്രായേൽ ജനം നിൽക്കുന്നു. ശത്രുക്കളാണ്ടേ വീണ്ടും അവരുടെ പുറകെ വരുന്നു. പറവോയി സൈന്യവും. അപ്പം അങ്ങനെ വഴിമുട്ടി നിൽക്കുന്ന നിമിഷത്തിൽ എല്ലാ വാതിലട നിൽക്കുമ്പോൾ മോശ ദൈവത്തിൻ്റെ പക്കലേക്ക് കരമുയർത്തുകയാണ്. മുകളിലേക്ക് ദൈവത്തിലേക്ക് നോക്കുന്നു.
അതൊരു വലിയ സംഭവമാണ്. പ്രവാചകന്മാരുടെ പുസ്തകം ദൈവത്തിലേക്ക് നോക്കുന്ന സംഭവം, മനുഷ്യരിലേക്കല്ല. കാരണം അവരതിന് പ്രതിവിധി, കാരണം അവരെ അവിടെ വിട്ടത് ദൈവമാണ്. മോശയോട് അതുപോയി ചെയ്യാൻ പറഞ്ഞത്, ഇസ്രായേൽ ജനത്തെയും കൂട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞത് ദൈവമാണ്. അതുകൊണ്ട് അവൻ ദൈവത്തോടാണ് അതിന് ചോദിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. സ്തെഫാനോസ് ഈശോമിശിഹായെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഈശോമിശിഹായെ കുറിച്ച് പറയാൻ പരിശുദ്ധമാണ് അവൻ അനുവദിച്ചത്. അതുകൊണ്ട് ദൈവവചനം പറഞ്ഞിട്ട് അവൻ ദൈവത്തിലേക്കാണ് നോക്കുന്നത്. ഏലിയ പ്രവാചകന്റെ ചരിത്രം തന്നെയാണ്. കാർമൽ മലയുടെ മുകളിൽ 2 ബലിപീഠങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒന്ന് ബാലിന് വേണ്ടി ഒരു ബലിപീഠം, ദൈവമല്ലാത്തതിനെ ദൈവമാക്കിക്കൊണ്ട് ഇസ്രായേൽ ജനം ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ ജനം മുഴുവൻ അതിന് ചുറ്റും ഉറഞ്ഞു തുള്ളുകയാണ്. ഉച്ചവരെയും പ്രാർത്ഥിച്ചിട്ടും നിലവിളിച്ചിട്ടും ബഹളം വെച്ചിട്ടൊന്നും ഒരനക്കവും ഇല്ല, ഒരനുഗ്രഹവും ഇല്ല, ഒന്നും വരുന്നില്ല, ഒരത്ഭുതം ഒന്നും സംഭവിക്കുന്നില്ല. അതിനുശേഷം ഏലിയ 12 കല്ലെടുത്ത് ചേർത്ത് വെച്ച് ഒരു ബലിപീഠം പണിയുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ 12 ഗോത്രങ്ങളുടെ സംഖ്യ ക്രമത്തിൽ 12 കല്ലുകൾ എടുത്തു വെച്ച് ഒരു ബലിപീഠം പണിതിട്ട് ഒരു കാളയെ കൊന്ന് അതിൻ്റെ മുകളിൽ വെച്ച് ബലിയർപ്പിക്കുകയാണ്. പരിഹാരത്തിൻ്റെ ബലി, ഇസ്രായേൽ ജനത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരം ബലിയർപ്പിക്കുക. അപ്പം അവൻ ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുന്ന കാണാം. ചുറ്റും നിൽക്കുന്ന ശത്രുക്കളാണ്, മൊത്തം അവന് ശത്രുവാണ്. പക്ഷെ അവൻ നോക്കും ദൈവത്തിലേക്കാണ് നിൽക്കുന്നത്. അവിടെ ദൈവം ഇടപെടുന്നത് കാണാൻ പറ്റും. മോശെ അങ്ങനെ ദൈവത്തിൻ്റെ പക്കലേക്ക് കരം ഉയർത്തുമ്പോൾ ദൈവം ഇടപെടുന്നത് കാണാൻ പറ്റും. അവനോട് പറയുന്നുണ്ട്, നിന്റെ കൈ എടുത്ത് നേരെ ചങ്കട നേരെ നീട്ടാൻ പറയുക. അവൻ വെറുതെ കൈ നീട്ടിപ്പിടിക്കുന്നു മാത്രം ചെയ്യുന്നുള്ളൂ. അപ്പോഴാണ് ഈ ചങ്കട 2ആയിട്ട് മാറുന്ന വലിയൊരു അടയാളം, അത്ഭുതം സംഭവിക്കുന്നു. ഇസ്രായേൽ ജനം വരണ്ട നിലത്തിലൂടെ എന്ന പോലെ ചെങ്കടൽ കടന്നു പോകുന്നു. സ്തെഫാനോസിനെതിരെ ഇവരെല്ലാം പല്ല് കടിക്കുമ്പോൾ അവനും എലിയായെപ്പോലെ, മോശയെപ്പോലെ, എല്ലാറ്റിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ, ഈശോ ഗെത്സമനെ തോട്ടത്തിൽ ഈശോ പ്രാർത്ഥിക്കുമ്പോൾ പിതാവിൻ്റെ പക്കലേക്ക് ഹൃദയം ഉയർത്തുകയാണ്. കുരിശിൽ കിടക്കുമ്പോഴും ഈശോ പ്രാർത്ഥിക്കുന്ന അങ്ങനല്ലേ, പിതാവിൻ്റെ പക്കലേക്ക് കണ്ണു ഉയർത്തി പിടിക്കുക. അവൻ കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. നമുക്കറിയാം, മരിച്ച ലാസറിൻ്റെ കുഴിമാടത്തിൻ്റെ മുന്നിൽ നിൽക്കും ഈശോ. അവൻ കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. ഒരു പ്രദർശനം ദൈവത്തിലേക്ക് തിരിയുക, മുകളിലേക്ക് ദൈവത്തിലേക്ക് തിരിയുകയാണ്, നോക്കുകയാണ്, പിതാവിൻ്റെ മക്കളിലേക്ക് നോക്കുക. ഈശോ ദൈവപുത്രനായ യേശു, ദൈവം തന്നെയായ യേശു, മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാര ബലിക്കുള്ള കുഞ്ഞാടായ യേശു നോക്കുക. അപ്പോഴാണ്, അവിടെയാണ് ദൈവീക ഇടപെടൽ സംഭവിക്കുക. എപ്പത്ത് തിരിച്ചറിയുക, ഇതെന്നെ ഈശോ ഇവിടെ സ്തെഫാനോസും ചെയ്യുക. കണ്ണുകൾ ഉയർത്തി നോക്കി. അപ്പോഴും കാണുന്ന ആരെയാണ്? അവൻ ആരെക്കുറിച്ചാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്? കർത്താവും ദൈവവുമായ ഈശോ മിശിഹ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവൻ്റെ ഏറ്റവും വലിയ കാഴ്ച അതാണ്. ഈശോ ആരെന്നറിഞ്ഞവൻ കണ്ടു. അവൻ റെഡി, ഒരുങ്ങുകയാണ്. അവൻ രക്തസാക്ഷി, അവൻ ഒരുങ്ങുകയാണ്. സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുക. ഈശോ കുരിശിൽ മരിച്ചതുപോലെ മരിക്കാൻ ഒരുങ്ങുക. അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നത്, ദൈവപുത്രൻ, ദൈവത്തിൻ്റെ മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. അവർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് ചെവി പൊത്തുകയും അവർ നേരെ ഒന്നാകെ പാഞ്ഞെടുക്കുകയും ചെയ്തുകൊണ്ട് പൈശാശക്തികളെല്ലാം ആളുകളുടെ രൂപത്തിൽ, ചില വ്യക്തികളുടെ രൂപത്തിൽ ചെവി അടച്ച് അവൻ്റെ വചനപ്രസംഗം കേൾക്കണ്ട, അവൻ്റെ പ്രസംഗവും കേൾക്കണ്ട, അവൻ പറയുന്ന കേൾക്കരുത്, കേൾക്കാതിരിക്കുക. ഈശോയെക്കുറിച്ചോടെ പേര് കേൾക്കാൻ ഇഷ്ടമില്ല. ചെവി അടച്ചു പിടിക്കുക, ദേഷ്യഭാവം, കോപം നേരെ അവൻ്റെ നേരെ പാഞ്ഞെടുക്കുന്നു. പിടിച്ചവനെ അവർ അവനെ നഗരത്തിന് പുറത്താക്കി, യെരുശലേം നഗരത്തിന് പുറത്താക്കി, അവിടെ പുറത്താക്കിയിട്ട് കല്ലെറിഞ്ഞു. വലിയൊരു സംഭവം, കല്ലെറിയുക.
പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ പ്രത്യേകതയാണ്. അവർ ഒത്തിരി നീതിമാന്മാരുടെ നേരെ കല്ലെറിഞ്ഞിട്ടുണ്ട്. ദൈവം തിരഞ്ഞെടുത്ത പ്രവാചകന്മാരെ അവർ കല്ലെറിഞ്ഞിട്ടുണ്ട്, ബാധിച്ചിട്ടുണ്ട്. അവരുടെ വിചാരം അതോ അവർക്കൊരു തെറ്റായ ബോധ്യം. യേശുവിനെ അറിയത്തില്ല അവർക്ക്. പക്ഷെ അവരാണ് പറയുന്നത് ഞങ്ങൾക്ക് ദൈവം, ഞങ്ങളാണ് യഥാർത്ഥത്തിൽ രക്ഷ. അവർ അവനെ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ സൗളെന്ന യുവാവിൻ്റെ കാൽക്കൽ അടിച്ചു വെച്ചു. അനന്തരം അവർ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു. അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു. ഒട്ടുകുത്തി അവൻ പ്രാർത്ഥിക്കുക. ഈശോ പ്രാർത്ഥിച്ച പോലെ, ഈശോ കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ച പോലെ സ്തെഫാനോസ് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ. നമ്മൾ ഈശോയെക്കുറിച്ച് പറയുന്ന പോലെ അവൻ ഉച്ചത്തിൽ നിലവിളിച്ച് ജീവൻ പിടിഞ്ഞു. അതുപോലെ തന്നെയാണ് ഈ സ്തെഫാനോസ് മരിക്കുന്ന മുഴുവൻ ഈശോയെ പോലെയാണ്. ഈശോയുടെ കുരിശുമരണം പോലെ തന്നെ സമയം സംഭവിക്കുക. അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു, കർത്താവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത്. ഇത് പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു. ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത്, എനിക്ക് അവരെ ശിക്ഷിക്കരുത്, രക്ഷിക്കണം. എന്തൊരു ഈശോയുടെ സ്നേഹമുള്ളവനാ. ഈശോയിലുണ്ടായിരുന്ന സ്നേഹമുണ്ടല്ലോ, നമ്മളോട് സ്നേഹം, പാപിയോട് സ്നേഹം, പാപി വീണ്ടെടുക്കാനുള്ള സ്നേഹം. ആ സ്നേഹം അതേപോലെ തന്നെ സ്തെഫാനോസിൽ കാണാൻ പറ്റും. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത്, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത്. ഈശോ പറയും, പിതാവ് ഇവർ ചെന്ന് ഇവരെ അറിയുന്നു, ഇവരോട് ക്ഷമിക്കണേ. ഈശോ ക്ഷമിക്കണം പറയാണ്, ആരോപിക്കരുത്. ഇതൊരു പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു വ്യക്തിക്ക് പറ്റുള്ളത്. സ്തെഫാനോസ് പരിശുദ്ധാത്മ നിറഞ്ഞവനാ. അതുകൊണ്ടാണ് അവനെ വേദനിപ്പിക്കുന്ന, അവനെ നേരെ കല്ലെറിയുന്ന, അവനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നവരോട് ക്ഷമിക്കണമെന്നും ആ പാപം അവരുടെ മേൽ വെക്കണമെന്നും അവരെ തരണമെന്നും അവരെ വീണ്ടെടുക്കണം, രക്ഷിക്കണമെന്നും പ്രാർത്ഥിക്കുന്നത്. ശരിക്കും അവിടെ ആ സമയത്ത് കാണാം, ഈ സ്തെഫാനോസിനെ കല്ലെറിയുന്നവരുടെ വസ്ത്രങ്ങൾ സൗളെന്ന് പറയുന്ന യുവാവിൻ്റെ കാൽക്കൽ അടിച്ചു വെച്ചു എന്ന് എഴുതുമ്പോൾ ഇതെല്ലാം കൂട്ടുനിൽക്കുന്നവനാ പൗലോസായി മാറുന്ന സൗള്, പിന്നീട് പൗലോസായി മാറിയ സൗള്. അവനോട് പ്രാർത്ഥിച്ചു, ശത്രുവിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആണോ യേശു പറഞ്ഞു, നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷണവും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാൻ വെള്ളവും കൊടുക്ക്, അപ്പോൾ നീ അവൻ്റെ മേൽ തീക്കല്ല് കൂട്ടുകയായിരിക്കും. സഹനം വെച്ചുകൊണ്ട് നീ സഹനത്തിൻ്റെ സമയത്ത് നീ ആർക്കു വേണ്ടിയെല്ലാം നീ പ്രാർത്ഥിച്ചോ, അവരെല്ലാം കർത്താവ് നിനക്ക് തരും. നിന്നെ കുരിശിൽ തറയ്ക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചാൽ മതി, അവരെ നിനക്ക് തിരിച്ചു കിട്ടും. പിതാവായ ദൈവം അവരെ രക്ഷിക്കും. നിന്റെ സഹനങ്ങൾ വെച്ച് നീ അവർക്ക് നിന്നെ കുരിശിൽ തറയ്ക്കുന്ന ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്തെഫാനോസിൻ്റെ രക്തസാക്ഷിത്വം മഹത്തായ വലിയൊരു സംഭവമാണ്, ഒരു ആനന്ദമാണ്, സ്വർഗീയമായൊരു സംഭവം. ഈശോ കുരിശിൽ മരിച്ച പോലെ തന്നെയുള്ളൊരു മരണം, ശത്രുക്കളോട് ക്ഷമിച്ച് അവൻ മരിക്കുകയാണ്. ആ സമയത്ത് പ്രാർത്ഥി, ഈ പാവയുടെ മേൽ ആരോപിക്കരുതേ. അവനൊരു ബലിവസ്തുവായും ബലിയർപ്പകനായും രൂപാന്തരപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾക്ക് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. നമ്മളായിരിക്കും സാഹചര്യത്തിൽ സഭയ്ക്ക് വേണ്ടിയെല്ലാം ശുശ്രൂഷ ചെയ്യുന്നവരാണ്. ചില സാഹചര്യങ്ങളിൽ ഒരുപാട് പീഡനമുണ്ടാകും, പിശാച് ഇളകും. ഈശോ മാത്രമാണ് കർത്താവെന്നും ഈശോ മാത്രമാണ് രക്ഷകനെന്നും തിരുസഭയിൽ ഈശോയുടെ ഭൗതിക ശരീരമാണെന്നും തിരുസഭയിൽ ഉദ്ധിതനായ ഈശോ ജീവിക്കുന്നുണ്ടെന്നും കുദാശകളിൽ ഈശോയുടെ സാന്നിധ്യം ഉണ്ടെന്നും ഒരു ദിവസവും ബലിപീഠത്തിൽ മുറിക്കപ്പെടുന്ന അപ്പം അത് വേറെ ഒരു മുറിക്കപ്പെടലല്ല, അപ്പത്തിന് മുറിക്കപ്പെടല. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി കുരിശിലെ ആ കുരിശ് മരണത്തിൻ്റെ തനി ആവർത്തനമാണെന്ന് നീ പ്രസംഗിക്കുമ്പോൾ, ഏറ്റു പറയുമ്പോൾ, അതിൽ ജീവിക്കാൻ നീ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ശത്രുക്കളാകും. 4 വശത്ത് നിന്ന് ഇളകി വരും. ഇതുവരെയായിട്ട് നിനക്കെതിരെ ആരും ഇളകുന്നില്ലെങ്കിൽ എൻ്റെ അർത്ഥം ഇതുവരെയായിട്ട് നീ സത്യം പ്രസംഗിച്ചിട്ടില്ല.
ദൈവവചനം വെള്ളം ചേർക്കാതെ 2 കൊരിന്ത്യർ 2:17 പറയുന്ന പോലെ ദൈവവചനത്തിൽ വെള്ളം ചേർക്കാതെ നീ വചനം പറയുമ്പോൾ ഇളകെല്ലാം ഇളകുമ്പോൾ നീ തകർന്നു പോകാതിരിക്കണമെങ്കിൽ നീ ആ സമയങ്ങളിൽ സത്യം വിളിച്ചു പറഞ്ഞിട്ട് ദൈവത്തിലേക്ക് നോക്കണം, സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കണം. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങളെന്ന് കുർബാനമധ്യേ നമ്മൾ ചൊല്ലാറില്ല. എന്നുപോലെ സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കണം. നമ്മൾ മനമൊരുകി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുന്ന അനുഭവം ഉണ്ടാവും. പശാശക്തികൾ ബഹിഷ്കരിക്കപ്പെടും. ആ സമയത്ത് ഒരു പ്രത്യേക ദൈവശക്തി കിട്ടും. സത്യത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള ശക്തി, ഈശോയ്ക്ക് മരിക്കാനുള്ള ശക്തി, ഈശോയ്ക്ക് ജീവിക്കാനുള്ള ശക്തി കിട്ടും. അതാണ് ഇവിടെ സംഭവിച്ചത്. അവൻ കൃപ കൊണ്ട് നിറയുന്നു. അവരെ പുറത്ത് നഗരത്തിൽ വെളിയിലോട്ട് കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു. അവന് മരിക്കാൻ ഭയമില്ല. കാരണം സുവിശേഷ സാക്ഷ്യം വയ്ക്കാൻ ഭയമില്ല. കാരണം അവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവിനുള്ളവന് ഈ ലോകം നൽകുന്ന കയ്യടികളോ സൽപ്പേരുകളോ ഒന്നും ആവശ്യമില്ല. അവൻ്റെ പുറകെ പോകില്ല. അതിനാവശ്യമില്ല. അവന് കർത്താവിനെ അറിഞ്ഞ് കർത്താവിനെ സ്നേഹിക്കുന്നവൻ, കർത്താവിൻ്റെ പാതയിലൂടെ പോകുന്നവന് കർത്താവിനെ അറിയാവന്, അവന് കർത്താവിനെ അറിയാം. മരിക്കാൻ തയ്യാറാണ്. അവൻ്റെ യാതൊരു ഭയമില്ല. അവന് പേടിയില്ല. അവർ അവൻ നഗരത്തിൽ പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ സൗളെന്നൊരു യുവാവിൻ്റെ കാൽക്കൽ അഴിച്ചു വെച്ചു. അവനിലേക്ക് അഭിഷേകം ഒഴി തുടങ്ങി, മാനസാന്തരം തുടങ്ങി. അപ്പം മുതൽ സൗളിൻ്റെ മേൽ കർത്താവിൻ്റെ ആത്മാവ് നോട്ടമിടുന്നുണ്ട്. അനന്തരം അവർ സ്തെഫാനസിനെ കല്ലെറിഞ്ഞു. അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവ് യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രക്തസാക്ഷികളാകാൻ വേണ്ടി ഒരുങ്ങുക. ഇനിയുള്ള കാലഘട്ട സഭയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ഈശോയെ മുറുകെ പിടിക്കുമ്പോൾ, തിരുസഭയുടെ വിശ്വാസ സത്യങ്ങളെ മുറുകെ പിടിക്കുമ്പോൾ, കർത്താവിൻ്റെ പരിശുദ്ധ കുർബാനയെ, ബലിപീഠത്തെ, തിരുവോസ്തിയെ മുറുകെ പിടിക്കുമ്പോൾ, അതിലുള്ള കർത്താവിനെ ആരാധിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, കാൽവരി കുരിശ് മരണത്തെ നമ്മൾ സ്വന്തമാക്കിക്കൊണ്ട് ജീവിക്കുമ്പോൾ, ഈശോയാണ് ദൈവമെന്നും ഈശോ മാത്രമാണ് കർത്താവെന്നും അവനാണ് രക്ഷകനെന്നും അവനാണ് ദൈവപുത്രനെന്നും സധൈര്യമേറ്റു പറയുമ്പോൾ, ശത്രു നിനക്കെതിരെ വരും, നിന്നെ കൊല്ലാൻ വരും. അവിടെ നീ ഭയന്ന് പോകരുത്. ഭയം വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നീ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. എന്തെല്ലാം പ്രതിസന്ധികളും പ്രശ്നങ്ങളും തടസ്സങ്ങളും മതപീഡനങ്ങളും അപമാനങ്ങളും ഭിന്നതകളൊക്കെ വന്നാലും തകർന്നു പോകരുത്. സ്തെഫാനോസിനെതിരെ ആൾ കൂടുന്ന പോലെ നിനക്കെതിരെ ആളുകൾ കൂടും. നീ ഈശോയുടെ സാക്ഷിയാകുമ്പോൾ, നീ വചനത്തിനു വേണ്ടി ജീവിക്കുമ്പോൾ, ഈശോയുടെ പീഡാസനം കുരിശുമരണ ഉത്ഥാനത്തെ നീ പ്രഘോഷിക്കുമ്പോൾ നിനക്കെതിരെ ആളുകൾ കൂടും. അവിടെ നീ തളരരുത്, വീണുപോകരുത്. കൂടുതൽ തീഷ്ണതയോടെ നീ പ്രാർത്ഥിക്കണം. ഈശോയെക്കുറിച്ച് ഈശോ തീഷ്ണമായി പ്രാർത്ഥിക്കുന്നു, കൂടുതൽ തീഷ്ണമായി പ്രാർത്ഥിക്കുന്നു. ഗെത്സമനി തോട്ടത്തിൽ ഈശോയെക്കുറിച്ച് ഈശോ തീഷ്ണമായി, കൂടുതൽ തീഷ്ണമായിട്ട് അവൻ പ്രാർത്ഥിക്കുന്നു. എങ്കിലേ ആ രക്തസാക്ഷ്യത സ്വീകരിക്കാം. പരിശുദ്ധാത്മ ശക്തി കിട്ടുള്ളൂ. എങ്കിലേ രക്തസാക്ഷ്യത്തിലേക്ക് പോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിന് വലിയ കൃപയും വലിയ ശക്തിയും പരിശുദ്ധാത്മാവ് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശ്വാസത്താൽ യേശുവിൻ വസ്ത്രത്തുമ്പിൽ തൊട്ടപ്പോൾ യേശുവിൽ നിന്നും നിർഗമിച്ചൊരു പരിശുദ്ധാത്മാവേ, ചങ്ങലയാകും കൈത്താളത്താൽ ഞങ്ങൾ സ്തുതിക്കുമ്പോൾ ക്ഷണനേരത്തിൽ വിടുവിച്ചിടും പരിശുദ്ധാത്മാവേ. ചങ്ങലയാകും കൈത്താളത്താൽ ഞങ്ങൾ സ്തുതിക്കുമ്പോൾ ക്ഷണനേരത്തിൽ വിടുവിച്ചിടും പരിശുദ്ധാത്മാവേ. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ
പുതിയൊരു നദിയായി. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി. ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കട പോലെ രണ്ടായി മാറ്റിയ അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കട പോലും രണ്ടായി മാറ്റിയ അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ആരാധന 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 ആരാധന. Jesus, I love you, Lord. Worship you. Hallelujah, ആരാധന സ്തുതിക്കുന്നു. Hallelujah, ആരാധന സ്തുതിക്കുന്നു. Hallelujah, ആരാധന സ്തുതിക്കുന്നു. Hallelujah, ആരാധന സ്തുതിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു. Hallelujah, ആരാധന. യോഹന്നാൻ 7:37-38-39 വചനം സംഭവിക്കട്ടെ. തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ എഴുന്നേറ്റ് ശബ്ദം ഉയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ. എന്ന് വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. അവനിത് പറഞ്ഞു തന്നെ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ല. എന്തെന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെടും. പരിശുദ്ധാത്മാവിനെ തരണേ. അപ്പോൾ പിതാവെടുത്ത് പ്രിയപുത്രനെ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ മനസ്സിൽ, ശരീരത്തിൽ, ചിന്തയിൽ, അവയവങ്ങളിൽ പരിശുദ്ധമായ സഭയിലേക്ക് പരിശുദ്ധമായ ശക്തി ഒഴിട്ട്, സഹനശക്തി, വിശ്വാസശക്തി, കൃപ എല്ലാം വർദ്ധിക്കപ്പെട്ട് ഈ സമയത്ത് ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പുഴമക്കളിൽ ആഴമേറിയ മാനസാന്തരം ഉണ്ടാകട്ടെ. വിശ്വാസത്താൽ യേശുവിൻ വസ്ത്രത്തുമ്പിൽ തൊട്ടപ്പോൾ യേശുവിൽ നിന്നും നിർഗമിച്ചൊരു പരിശുദ്ധാത്മാവേ. വിശ്വാസത്താൽ യേശുവിൻ വസ്ത്രത്തുമ്പിൽ തൊട്ടപ്പോൾ യേശുവിൽ നിന്നും നിർഗമിച്ചൊരു പരിശുദ്ധാത്മാവേ. ചങ്ങലയാകും കൈത്താളത്താൽ ഞങ്ങൾ സ്തുതിക്കുമ്പോൾ ക്ഷണനേരത്തിൽ വിടുവിച്ചിടും പരിശുദ്ധാത്മാവേ. ചങ്ങലയാകും കൈത്താളത്താൽ ഞങ്ങൾ സ്തുതിക്കുമ്പോൾ ക്ഷണനേരത്തിൽ വിടുവിച്ചിടും പരിശുദ്ധാത്മാവേ. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി. ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി. ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കട പോലും രണ്ടായി മാറ്റിയ അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കട പോലും രണ്ടായി മാറ്റിയ അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന 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 ഹല്ലേലൂയ ആരാധന 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 ശോയേ ഹല്ലേലൂയ 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 ശോയേ ഹല്ലേലൂയ 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 ശോയേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ